ഹലോ നമസ്കാരം കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മുടെ WCPO അല്ലേ, വുമൺ CPO പരീക്ഷകളുടെയൊക്കെ ആ ഒരു ഡേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അധികം സമയങ്ങളൊന്നും നമുക്കില്ല അല്ലേ. അപ്പോൾ നമ്മളൊരു 30 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്രാഷ് ബാച്ച് നമ്മൾ WCPO അതേപോലെ CPO പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് മാത്രമായിട്ടും ക്ലാസ്സുകളെല്ലാം നമുക്കുണ്ട്. നമുക്ക് ഡെയിലി ക്ലാസ്സുകളും ഡെയിലി ലൈവ് ക്ലാസ്സുകളും ആപ്പിലുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ നമുക്ക് ആ PDF നോട്ടുകൾ, ടെസ്റ്റുകൾ, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ, സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രമായ ടെസ്റ്റുകൾ എല്ലാം നമുക്ക് എന്താണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മൾ നമ്പർ 8590202323 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും തിരക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന വുമൺ CPO പരീക്ഷകൾക്കുള്ള കുറച്ച് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ IPC സെഷൻ 81 ബന്ധപ്പെട്ട ചോദ്യമാണ്. IPC സെഷൻ 81 ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ പറയുന്നത് IPC സെഷൻ 81 പ്രകാരമുള്ള ഉദ്ദേശം ഇതായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ട് പ്രസ്താവന തന്നിരിക്കുന്നു. വ്യക്തിക്ക് ദോഷം ചെയ്യുന്നത് തടയൽ, രണ്ടാമത് വസ്തുക്കൾ നശിപ്പിക്കുന്നത് തടയൽ. നമുക്ക് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്, 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 2 ശരിയാണ്, ഓപ്ഷൻ ബി 2 തെറ്റാണ്. ഓക്കെ, അപ്പം IPC സെഷൻ 81 പ്രകാരം അല്ലെങ്കിൽ 81 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ IPC സെഷൻ 81 എന്ന് പറയുന്നത് നമുക്കറിയാം അത് എന്തിൽ വരുന്നതാണ്, ജനറൽ എക്സെപ്ഷൻസിൽ വരുന്നത്, അത് പൊതു അപവാദങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ 81 പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പ്രസ്താവനകളും എന്താണ്, തെറ്റാണ്. 2 പ്രസ്താവനകൾ തെറ്റാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് IPC സെഷൻ 81 എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. IPC സെഷൻ 81 എന്താണെന്ന് പഠിച്ചിരിക്കും. ഞാൻ ചെറിയൊരു നോട്ട് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 81 പറയുന്നത് മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശം ഇല്ലാത്തതും മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്, സെഷൻ 81 എന്ന് പറയുന്നത്. എന്താ പറഞ്ഞു നോക്കിയേ, മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശം ഇല്ലാത്തതും മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്, സെഷൻ 81 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതേപോലെ പറഞ്ഞു നോക്കിയേ, ഒരു വലിയ കുറ്റം തടയുന്നതിനോ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന ചെറിയ കുറ്റം കുറ്റമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് സെഷൻ 81 അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വലിയൊരു ഒരു സംഭവം നടക്കാം അല്ലെങ്കിൽ വലിയൊരു കുറ്റം നടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെറിയൊരു കുറ്റം ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല, ഒരു കുറ്റകൃത്യമായിട്ട്, ഒരു ക്രൈമായിട്ട് അല്ലെങ്കിൽ ഒഫൻസ് ആയിട്ട് കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് സെഷൻ 81 അടിസ്ഥാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള തത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെഷൻ 81. ഇതിന് ചോദ്യം നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ 81 എന്താ നോക്കിയേ, മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളത് എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശം ഇല്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചാണ് എവിടെ പറയുന്നത്, സെഷൻ 81 പറയുന്നത്. 81 അടിസ്ഥാന തത്വം എന്താണ്, വലിയൊരു കുറ്റം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ചെറിയൊരു കുറ്റം കുറ്റമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് സെഷൻ 81 അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് IPC സെഷൻ 82 83 ബന്ധപ്പെട്ട ചോദ്യമാണ്. 82 83 പ്രകാരം ഒരു കുറ്റം ഒരു കുട്ടി ചെയ്താൽ അത് ശിക്ഷാർഹമാണ്. ഓക്കെ, 82 83 വീണ്ടും പൊതു അപവാദങ്ങൾ എന്നുള്ള ചോദ്യം തന്നെയാണ്. 82 83 വകുപ്പ് പ്രകാരം ഒരു കുട്ടി ഒരു കുറ്റം ചെയ്യുകയാണ് എന്നുള്ളത് അത് ശിക്ഷാർഹമാണ്. എപ്പോൾ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. 7 വയസ്സിന് താഴെയുള്ളവരാണോ, 7 വയസ്സിന് മുകളിലുള്ളവരും എന്നാൽ 12 വയസ്സിന് താഴെയുള്ളവരും മതിയായ പക്വതയും ധാരണയും നേടിയിട്ടില്ലെങ്കിൽ, മൂന്നാമത് പറഞ്ഞിരിക്കുന്നു 7 വയസ്സിന് മുകളിലുള്ളവരും എന്നാൽ 12 വയസ്സിന് താഴെയുള്ളവരും മതിയായ പക്വതയും ധാരണയും നേടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ പറയുന്നു മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കേസിലും എന്താണ് 82 83 പ്രകാരം ഒരു കുട്ടി കുറ്റം ചെയ്ത ശിക്ഷാർഹമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം എന്താണെന്ന് നോക്കാം. ഓക്കെ, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം നമ്മൾ എന്തായിട്ട് കണക്കാക്കാറില്ല, കുറ്റമായിട്ട് കണക്കാക്കാറില്ല.
ഓക്കെ, 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും ഉള്ള ഒരു കുട്ടി ഒരു കുറ്റകൃത്യം ചെയ്യുകയാണ്. പക്ഷെ അതെന്താണ്, കുട്ടി മതിയായ ഒരു ധാരണയിലും പക്വതയിലും എന്താണ് ആ ഒരു കുട്ടി ആ കുറ്റം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മതിയായ ഒരു ധാരണയും പക്വതയും ആ കുട്ടി നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടി ചെയ്യുന്ന കുറ്റം എന്താണ്, ശിക്ഷാർഹമാണ്. അത് കുറ്റമായിട്ട് പരിഗണിക്കുന്നതാണ്. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. 7 വയസ്സിന് മുകളിലുള്ളവരും എന്നാൽ 12 വയസ്സിന് താഴെയുള്ളവരും മതിയായ പക്വതയും ധാരണയും നേടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, 82, 83 പ്രകാരം ഒരു കുട്ടി ചെയ്യുന്ന കുറ്റം എന്താണ്, ശിക്ഷാർഹമാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു നോട്ടും കൂടെ ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനകത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാം. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള, കേട്ടോടെ, ഇന്ത്യയിൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ നമ്മൾ ഡോളി ഇൻകാപ്പെക്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഡോളി ഇൻകാപ്പെക്സ് ആയിട്ടാണ് അതായത് ഡോളി ഇൻകാപ്പെക്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ, ഇൻകേപ്പബിൾ ഓഫ് ഫോമിംഗ് ദ ഇന്റന്റ് ടു കമ്മിറ്റ് എ ക്രൈം എന്നാണ് അതിന്റെ മീനിങ്. ഇൻകേപ്പബിൾ ഓഫ് ഫോമിംഗ് ആൻഡ് ഇന്റന്റ് ടു കമ്മിറ്റ് എ ക്രൈം എന്നാണ് ഡോളി ഇൻകാപ്പെക്സ് മീനിങ്. അപ്പോൾ 7 വയസ്സ് താഴെയുള്ള കുട്ടികൾ നമ്മൾ എന്താണ്, ഡോളി ഇൻകാപ്പെക്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്താണ്, ശിക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ഇതേ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനിവിടെ ആ ഡോളി ഇൻകാപ്പെക്സ് എന്നുള്ള വാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെടുത്തുക എന്നാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശം അടങ്ങിയിരിക്കുന്ന വകുപ്പ് ഏത് എന്നാണ് ചോദ്യം. സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശം അടങ്ങിയിരിക്കുന്ന വകുപ്പ് ഏത് എന്നാണ് സെക്ഷൻ 94, 95, 96, 198. സ്വകാര്യ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ IPC നിയമത്തിൽ എന്താണ് 96 മുതൽ 106 വരെയുള്ള വകുപ്പ്. IPC 95 മുതൽ 106 വകുപ്പുകളാണ് ഇവിടെ പറയുന്നത് സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച്, പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ച് പറയും. ഓക്കെ, അവ തന്നിരിക്കുന്നതിൽ നിന്ന് 96 ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സ്വകാര്യ പ്രതിരോധത്തെ കുറിച്ച് പറയുന്നത്. ഏതാണ്, സെക്ഷൻ 96 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡോക്ട്രിൻ വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയ ഈസ് കണ്ടെയ്ൻഡ് ഇൻ. നോക്കി, ഇതൊരു ഫ്രേസിലാണ് അല്ലേ, ഒരു ഡോക്ട്രിനാണ്. ഡോക്ട്രിൻ വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയ ഏത് സെഷനകത്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഏത് സെഷനിലാണ് പറയുന്നത് എന്നാണ് ചോദ്യം. സെഷൻ 87 ആണോ, 88 ആണോ, 89 ആണോ, അതോ മുകളിൽ പറഞ്ഞിരിക്കുക എല്ലാത്തിനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയ, വോളണ്ടർലി അല്ലേ. അപ്പൊ നോക്കിയാൽ വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയ എന്ന് വെച്ചാൽ നോക്കിയാൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാകും എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, വേറൊരാളോട് ഒരു കൃത്യം ചെയ്യാനുള്ള സമ്മതം ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, വേറൊരാൾക്ക് കൃത്യം ചെയ്യാനുള്ള സമ്മതം, എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാകുമെന്നുള്ള എന്നെനിക്ക് 100% അറിയാവുന്നതാണ്. അതറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എന്താണ്, ഒരു കൃത്യം ചെയ്യാൻ വേണ്ടി വേറൊരാൾക്ക് സമ്മതം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമ്മതം കൊടുക്കുന്നതിലൂടെ മറ്റൊരു വ്യക്തി എന്താണ് ആ കൃത്യം ചെയ്യുകയും എനിക്കതിൻ്റെ ദോഷവശങ്ങൾ എന്ത് ചെയ്യാണ്, അനുഭവിക്കേണ്ടേ വരികയാണ്. അപ്പോൾ നോക്കിയാലേ എൻ്റെ സമ്മതത്തോടു കൂടിയാണ് എന്ത് ചെയ്ത് മറ്റൊരാൾ ആ കൃത്യം ചെയ്തത്. അപ്പോൾ ആ കൃത്യം ചെയ്യുമ്പോൾ എനിക്ക് ദോഷമുണ്ടാകുമെന്ന് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ദോഷം അനുഭവിക്കാൻ ഞാൻ എന്താണ്, ബാധ്യസ്ഥനാണ് അല്ലേ. അപ്പോൾ ആ കുറ്റകൃത്യം ചെയ്ത ആളെ അല്ലെങ്കിൽ ആ കൃത്യം ചെയ്ത ആളെ എന്തു ചെയ്യാൻ പറ്റത്തില്ല, ശിക്ഷിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ സമ്മതത്തോടു കൂടി ഒരാൾ ഒരു കൃത്യം ചെയ്യുകയാണ്. ആ കൃത്യം ചെയ്യുന്നതിലൂടെ ഞാൻ എന്താണ്, എനിക്കൊരു ദോഷം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ധാരണ എനിക്കുണ്ട്. ഞാൻ ആ ദോഷം അനുഭവിക്കാനും ഞാൻ എന്താണ്, ബാധ്യസ്ഥനാണ് അല്ലേ. അപ്പോൾ ആ ഒരു കൃത്യം ചെയ്തതിന് മറ്റു വ്യക്തിയെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ശിക്ഷിക്കാൻ പറ്റില്ല. അതാണ് എവിടെ പറയുന്നത്, വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയയിൽ പറയുന്നത്. വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയ. നോക്കി, വോളണ്ടറി എന്ന് ഓർത്തില്ല. വോളണ്ടറി എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ എൻ്റെ സ്വമേധയ എന്നുള്ളൊരു ഇതാണല്ലേ, സ്വമേധയ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. അപ്പം ഏത് സെഷനിലാണ് വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ്, സെഷൻ 87 പറയുന്നത്. സെഷൻ 87 വോളണ്ടി നോൺ ഫിറ്റ് ഇൻജൂറിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരു പ്രതിരോധം എന്ന നിലയിൽ ഭ്രാന്ത് അർത്ഥമാക്കുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് മനസ്സിന്റെ അസ്വാസ്ഥ്യം കാരണം അറിയാൻ കഴിയില്ല എന്നാണ് താഴെ പറയുന്ന ഏതൊക്കെ നമുക്ക് അവിടെ പറയാമെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് പറയുന്ന ആക്ടിന്റെ സ്വഭാവം, താൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, താൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന്, അതോ മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം വരുമോ. അപ്പൊ നോക്കിയേ, ഭ്രാന്ത് എന്ന് അർത്ഥമാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് എന്താണ്, മാനസിക അദ്ദേഹം അസ്വസ്ഥനാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതവിടെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, ആ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ആ ആക്ടിന്റെ സ്വഭാവം എന്താണെന്നുള്ളതോ
അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് കുറ്റമാണ് എന്നുള്ളത് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളതോ അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എല്ലാം വരുന്നതാണ് അല്ലേ? ഓൾ ദ എബവ് ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. ഓൾ ദ എബവ് ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഭ്രാന്ത് ഉള്ള ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിന്റെ സ്വഭാവമോ താൻ ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള ബാച്ച് നമുക്കുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി 8590202323 എന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. താങ്ക് യു.